السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين. بسم الله الرحمن الرحيم. أفلا يتدبرون القرآن أم على قلوب أقفالها. ബഹുമാന്യരായ സത്യാന്വേഷികളായിട്ടുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സഹോദരികളെ, ഈ സഭാഹാളിൽ എല്ലാ മാസങ്ങളുടെയും ആദ്യ തിങ്കളാഴ്ചയിൽ നടക്കാറുള്ള പ്രാമാണികമായ വിഷയാവതരണത്തിലാണ് വൈയക്തികമോ പ്രാസ്ഥാനികമോ കൗടംബികമോ ആയ താല്പര്യങ്ങൾക്കപ്പുറത്തുള്ള വിജ്ഞാന സദസ്സാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിന്റെയും അതിന്റെ വിശദീകരണമായ പ്രവാചകന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ആ പ്രവാചകനെ കണ്ടും കേട്ടും അറിഞ്ഞും വളരെ ചെറിയ ന്യൂനതകൾ പോലും പ്രവാചകനിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി ഇരുത്തിയ ഒരു ജനപദം, അതായിരുന്നു സ്വഹാബിക. ആ സ്വഹാബ കിറാമിന്റെ ജീവിതം ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റണമെന്ന് വാശി പിടിക്കുന്ന ആളുകളാണ് സലഫികൾ. ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന ആബാലവൃദ്ധ ജനങ്ങളോട് യാതൊരുവിധ ഭൗതികമായ താല്പര്യങ്ങളുമില്ലാതെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്.
അല്ലാഹുവിന്റെ ഖുർആനിനെ സംബന്ധിച്ചുള്ള ഒരു സംസാരമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നടക്കുക. ആകാശമണ്ഡലങ്ങളിൽ കാർമേഘക്കറുകളിൽ ഘനീഭവിച്ച് ഒരുപക്ഷെ മഴയായി പെയ്ത് ഈ സദസ്സിനെ കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥയും ഉണ്ടാകും. അപ്പോഴും അതിനനുസരിച്ച് ഒതുങ്ങി എവിടെയെങ്കിലുമൊക്കെ മാറി നിന്ന് സൗകര്യപ്പെട്ടാൽ പ്രസംഗിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളത് കേൾക്കുക. ഇന്നലെ പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ശക്തമായി മഴ പെയ്തു. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ 8 മണിക്ക് ആരംഭിച്ച് 1 മണിക്കൂർ നന്നായി പ്രസംഗിക്കാൻ നമുക്ക് അവസരം ഉണ്ടായി. അല്ലാഹുവിന്റെ തീരുമാനങ്ങൾക്കപ്പുറത്ത് ഈ ഭൂമുഖത്ത് ഒന്നും നടക്കില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. സൂറത്ത് ഹദീദിലെ ഖുർആനിലെ 57 അധ്യായത്തിലെ 22ാമത്തെ വചനമാണ് ഇത്. ഇല്ല, ഈ ഭൂമുഖത്ത് ഒന്നും സംഭവിക്കുന്നില്ല, എല്ലാം ഒരു റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. മനുഷ്യരുടെ ശരീരങ്ങളിലും യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല, എല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. ഈ ക്ലാസ് മൂലം അല്ലാഹു തീരുമാനിച്ചത്, അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ മറികടക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ മാനവ വിമോചന ഗ്രന്ഥമെന്ന വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. മുസ്ലിം സമുദായത്തിന് ഖുർആനുമായുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ, മരണവീടുകളിൽ ഓതൽ നിർബന്ധം പോലെ പ്രാവർത്തികമാക്കിയ ഒരു ശീലമാണ് ഈ കൈരളിയുടെ മക്കൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. സൂറത്ത് യാസീൻ ഓതുക. ബാപ്പ ജീവിച്ചിരുന്ന കാലത്ത് ബാപ്പ ഖുർആൻ ഓതിയിരുന്നോ? അത് ഉസ്താദിന്റെ വിഷയമല്ല. ബാപ്പ ജീവിച്ചിരുന്ന കാലത്ത് ബാപ്പ ഖുർആൻ ഓതിയത് മക്കൾ കണ്ടിട്ടില്ലയോ? പക്ഷെ മക്കൾക്ക് അതിന്റെ പേരിൽ പരാതിയില്ല. ബാപ്പ മരിച്ചപ്പോൾ മക്കൾക്ക് വാശി, യാസീൻ ഓതണം. എന്തിനാ മക്കളേത്? സൂറത്ത് യാസീനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഉത്ബോധനമാണ് ഈ ഗ്രന്ഥം ഖുർആൻ. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഉത്ബോധിപ്പിച്ചു കൊടുക്കേണ്ടതാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. മരിച്ചതിന് ശേഷം ഒരാളെ പഠിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? എല്ലാവരും ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. സൂറത്ത് യാസീൻ ഖുർആനിലെ 36ാം അധ്യായമാണ്, അതിലെ 70ാമത്തെ വചനമാണ്. കാഫിറുകൾക്ക് ശിക്ഷ സ്ഥിരപ്പെട്ടു എന്ന് അറിയിക്കുകയും ഈ ഖുർആനിന്റെ ഉദ്ദേശങ്ങളിൽ വളരെ പ്രധാനമാണ്. അപ്പോൾ മനുഷ്യരാശിക്ക് താക്കീതായി കൊണ്ട് അവതരിപ്പിക്കപ്പെട്ടതാണ് ഈ വേദഗ്രന്ഥം. ലോകങ്ങൾക്കാകമാനമുള്ള മാർഗദർശനമാണിത്, ലോകർക്കാകമാനമുള്ള ഉത്ബോധനമാണിത്. പാശ്ചാത്യർക്കും പൗരസ്ഥർക്കും കറുത്തവർക്കും വെളുത്തവർക്കും ഏത് രാജ്യത്ത് ജീവിക്കുന്ന, ഏത് ഭാഷ സംസാരിക്കുന്ന, ഏത് ഗോത്രത്തിൽ ജനിച്ച സകല മനുഷ്യർക്കുമുള്ള അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ വേദഗ്രന്ഥങ്ങളുടെ ഒടുവിലത്തെ ഗ്രന്ഥമാണ്. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ ലോകർക്കാകമാനമുള്ള മാർഗദർശന ഗ്രന്ഥം മാത്രമല്ല, ലോകത്ത് മുമ്പ് കഴിഞ്ഞുപോയ സകല വേദഗ്രന്ഥങ്ങളുടെയും മോഡറേറ്ററാണ്, മുഹൈമിനാണ് അല്ലാഹുവിന്റെ ഗ്രന്ഥം. സകല ധാർമ്മിക വിജ്ഞാനങ്ങളും ഒന്നിച്ചു ചേർന്നിട്ടുള്ള അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുക്കേണ്ടത് ഈ നാട്ടിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കുമാണ്. വിശ്വാസികളുടെ എനർജി പലപ്പോഴും പല കാര്യങ്ങളിലും നഷ്ടപ്പെട്ടു പോവുകയും അല്ലാഹുവിന്റെ ഗ്രന്ഥം മാനവരാശിക്ക് ഓതിക്കൊടുത്തവരാണ് സ്വഹാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ സ്വന്തം വീട്ടിൽ വെച്ച് ഓതി അങ്ങനെ ബർക്കത്തെടുത്ത് ജീവിച്ചു പോകുന്ന ഒരാളല്ല. അവിടെ മാത്രം പാരായണം ചെയ്ത് ജീവിച്ച ഒരാളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഖാദയിലും ദുൽമജാസിലും മജന്നായിലും ലോകത്ത് മനുഷ്യവാസമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബന്ധപ്പെട്ട മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും ഈ ഖുർആൻ ഓതി കൊടുത്തു. നിങ്ങൾക്കറിയാലോ, അബൂജഹൽ പോലും അബൂ സുഫിയാനോട് പറയും, ഈ ഖുർആൻ കേൾക്കരുത് കേട്ടോ. രണ്ടുപേരും തീരുമാനം എടുക്കണം, കേൾക്കൂല. എന്നിട്ടോ രണ്ടുപേരും രാത്രി അറിയാതെ വരും,
ഖുർആനിന്റെ മാസ്മരികതയുടെ ആ വലയത്തിൽ അവർ അറിയാതെ പെട്ടുപോവുകയാണ് അല്ലേ. എന്നിട്ട് അവരെ തമ്മിൽ കണ്ടുമുട്ടി കൂട്ടിയിടിക്കുകയാണ്. അപ്പൊ ചോദിക്കണം, അബൂ സുഫിയാനെ, നമ്മൾ ഇന്നലെ എടുത്ത തീരുമാനം തെറ്റിപ്പോവാണ്. രണ്ടുപേരും വന്ന് കേൾക്കുകയാണ്. അങ്ങനെ ആവർത്തിക്കപ്പെടുകയാണ് പലതവണ അല്ലേ. എല്ലാവർക്കും അറിയാം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഖുർആൻ പാരായണം മക്കയിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെ, പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ആ ആളുകൾ പറഞ്ഞു, ഇവിടെ അബൂബക്കർ സിദ്ദീഖിന്റെ ഈ ശല്യപ്പെടുത്തൽ ഇത് അവസാനിപ്പിക്കണമെന്ന് ശത്രുക്കൾ പറഞ്ഞു അല്ലേ. ഇബ്നു തന്നെ പിന്നെ അദ്ദേഹത്തിന് അഭയം നൽകുന്നത് അങ്ങനെയാണ്. അബൂബക്കർ സിദ്ദീഖ്, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദോ നിങ്ങൾ പരിശോധിച്ചു നോക്ക്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് സൂറത്ത് റഹ്മാൻ ഇറങ്ങിയപ്പോ മക്കാവാസികൾ ഓതിക്കൊടുക്കുകയാണ്. കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാതിരും കുട്ടിയും മാത്തറുകളും മക്ബറുകളും ത്യാഗങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും അമ്പിയാക്കളും ഔലിയാക്കളും ദേവിമാരും ബീവിമാരും ആരാധിക്കപ്പെട്ട ഒരു നാട്ടിൽ സൂറത്ത് റഹ്മാൻ ഓതിക്കൊടുക്കുകയാണ് അല്ലേ. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ അല്ലേ. അർ-റഹ്മാൻ പരമകാരുണ്യൻ, ലോകത്തിന്റെ കാരുണ്യവാനായ തമ്പുരാൻ. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ, അവൻ ഖുർആൻ പഠിപ്പിച്ചു. അല്ലമഹുൽ ബയാൻ, ബയാൻ ചെയ്യാനുള്ള, വ്യാഖ്യാനിക്കാനുള്ള, വിശദീകരിക്കാനുള്ള കഴിവ് കിട്ടി അല്ലേ. അല്ലാഹു പറയും, അതെ, ഇത് ഓതിക്കൊടുക്കാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. സൂറത്ത് റഹ്മാനിന്റെ പാതിയെത്തി, അടി കിട്ടി, ബോധരഹിതനായി നിലത്തു വീണു അല്ലേ. അത് കൊണ്ട് ഓതിക്കൊടുക്കാനുള്ള വ്യഗ്രത. സ്വഹാബികളെ വെച്ച് നിന്നോട് പറഞ്ഞിട്ടില്ലേ അവിടെ ചെല്ലരുത്, ഓതിക്കൊടുക്കരുത്, അടി കിട്ടുന്ന്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയാണ്, അവരുടെ അടിയേക്കാൾ വേദന എന്നെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നതില്ല അല്ലേ. അങ്ങനെ അനുഭവിക്കുക. ദീന് പറയാൻ വളരെ ആത്മാർത്ഥത കാണിക്കുന്നവരെ സാധാരണയായി പിന്നെ തടുത്തു നിർത്തുന്ന ഒരു പ്രവണത അതൊന്നും തന്നെ തുടങ്ങിയൊന്നുമില്ല. എല്ലാ കാലഘട്ടത്തിലുള്ളതാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയാണ്, എനിക്ക് അവരോട് കിട്ടിയ അടിയേക്കാൾ വേദന തോന്നുന്നത് നിങ്ങളുടെ ഈ വാക്കിനെയാണ്. ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, മാനവരാശിക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ്, മനുഷ്യരാശി അറിയേണ്ടതാണ്. നരകവും സ്വർഗവും തമാശയല്ല. അന്നാറു ഹഖ്ഖുൻ അൽ ജന്നത്തു ഹഖ്ഖുൻ, സ്വർഗം സത്യമാണ്, നരകവും സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. അവിടെ വരും മനുഷ്യര്, ആ നരകത്തിന്റെ വക്കിൽ വരും. അതിനു മുമ്പ് മനുഷ്യർ രക്ഷപ്പെടണം. അതാണ് വൈമിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ. നിങ്ങളിൽ ഒരാളും തന്നെയില്ല ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട്. കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ, അത് നിന്റെ റബ്ബിന്റെ ഖണ്ഡിതമായ തീരുമാനമാണ്. വൈമിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ, നിന്റെ റബ്ബിന്റെ ഖണ്ഡിതമായ തീരുമാനമാണ്. നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് സകല അമ്പിയാക്കളും അവിടെ വരും, സകല ഔലിയാക്കളും അവിടെ വരും, സകല ആരിഫീങ്ങളും അവിടെ വരും. എല്ലാവരും നരകത്തിന്റെ വക്കിലൂടെ ആ നരകത്തെ കണ്ടിട്ടേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ 19-ാം അധ്യായം 71-ാമത്തെ വചനത്തിൽ പറയുകയാണ്. വൈമിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ, നിങ്ങളിൽ ഒരാളും തന്നെയില്ല ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട്. ഒരു വിഭാഗത്തെ വസീഖൽ ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ, സംഘങ്ങളായിട്ട് നരകത്തിലേക്ക് ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുമെന്ന് വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 71-ാമത്തെ വചനത്തിൽ പറയുകയാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. പ്രവാചക തിരുമേനിയും ലോകത്ത് വന്നത് ഈ കാര്യം പറയാനാണ്. മസലി വമസലുകും കമസലി റജുലിൻ ഔഖദ നാറാ, എന്റെ ഉദാഹരണം ഒരു തീ കത്തിച്ചവനെ പോലെയാണ്. തീ കത്തിച്ചു വെച്ചിട്ടുണ്ട്, ആ വടക്കിന്റെ ചുറ്റിലും പാട്ടുകൾ പാറി വരുന്നു. ആ തീയിലേക്ക് ഈയാം പാട്ടുകൾ പാറി വരികയാണ്. അത് തടുത്തു നിർത്തുന്നവനെ പോലെ നിങ്ങളുടെ അരക്കെട്ട് പിടിക്കുകയാണ് ഞാൻ. നരകത്തിലേക്ക് ചാടല്ലേ, അത് ഭയാനകരമാണ്. കത്തിച്ചൊലിക്കുന്ന നരകത്തെ കൊണ്ട് താക്കീത് ചെയ്യുന്നു. സൂറത്തുൽ ലൈലിലെ 14-ാമത്തെ വചനമാണ്. ഈ വചനമോദവേ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് ബോധം കെട്ട് താഴെ വീഴുകയാണ്.
ഈ ആയത്ത് ഓതി കേൾക്കേണ്ട താമസം, ഓതേണ്ട താമസം രണ്ടാം ഉമർ എന്ന് വിളിക്കപ്പെട്ട മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് ബോധരഹിതനായി താഴെ വീണു പോവുകയാണ്. കത്തിച്ചൊലിക്കുന്ന നരകം, ആ നരകത്തെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞവരാണവർ. ഷുഐബ് റൂമി എന്ന പ്രമുഖനായ മനുഷ്യനോട് ഭാര്യ ചോദിക്കുകയാണ്. അയാൾ ബെഡ്റൂമിൽ ഇങ്ങനെ കിടന്നിട്ട് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നു, പിന്നെ ഇടതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നു, പിന്നെ അല്പം എഴുന്നേറ്റിരിക്കുന്നു, പിന്നെ റൂമിൽ ഇങ്ങനെ ഉലാത്തുന്നു. ഭാര്യ ചോദിക്കുകയാണല്ല, അങ്ങ് എന്താ ഇത്ര പരിവശം, എന്തേ ഇത്ര ബേജാറ്, എന്തിനാ ഇങ്ങനെ നടക്കുന്നത്, എന്തേ നിങ്ങൾക്ക് ഉറക്ക് വരാത്തത്? ഷുഐബ് റൂമി പറയുകയാണ് ഭാര്യയോട്, എനിക്ക് ഉറക്ക് വരുന്നില്ല, കാരണം ഞാൻ നരകത്തെ കുറിച്ച് ഓർക്കുകയായിരുന്നു. ആ നരകത്തിന്റെ അവകാശിയായി പോകുമോ ഞാൻ എന്ന് പേടി തോന്നുകയാണ്. സ്വർഗത്തിന്റെ സൗന്ദര്യവും സ്വർഗത്തിന്റെ ആസ്വാദനയും സ്വർഗത്തിന്റെ എല്ലാ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു കൽബും വിഭാവനം ചെയ്തിട്ടില്ലാത്ത ആ സ്വർഗം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ബേജാറാവുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് തന്റെ ഭരണകാലഘട്ടം ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഉമറേ എനിക്ക് ഡ്രസ്സില്ല, ഉമറേ എനിക്ക് വസ്ത്രം തരണം. ഉമർ ഇബ്നു ഖത്താബ് ചോദിച്ചു, ഞാൻ തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാൻ നിനക്ക് തന്നില്ലെങ്കിൽ നീ എന്താ ചെയ്യുക? അപ്പൊ ആ മനുഷ്യൻ പറയാണ്, ഞാൻ എന്ത് ചെയ്യാനാണ് ഉമറേ? ഒരു വിഭാഗത്തെ നരകത്തിലേക്കും മറുവിഭാഗത്തെ സ്വർഗത്തിലേക്കും ആനയിക്കപ്പെടുന്ന ഒരു ദിവസമില്ലേ ഉമറേ? അത് കേൾക്കേണ്ട താമസം വിട്ട ഡ്രസ്സിന്റെ ബട്ടൺ അയച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അയാളോട് പറഞ്ഞു, നിന്റെ കവിതയുടെ മാഹാത്മ്യം കൊണ്ടല്ല, നീ പാടിയ വരികളുടെ മാസ്മരികത കൊണ്ടല്ല, നരകത്തെ പേടിച്ചിട്ടാണ് കേട്ടോ എന്ന്. സഹോദരങ്ങളെ, ഇന്ന് നരകത്തെ പേടിക്കാൻ ആളുകളില്ല. ഇന്ന് ഹറാമുകളിൽ വിരാജിക്കുകയാണ്. ഇന്ന് നന്മകൾ പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കാൻ ആളുകളില്ലാത്ത ഒരു ലോകം. എവിടെ നോക്കിയാലും തിന്മകൾ അരങ്ങ് തകർക്കുന്ന ഒരു ലോകമാണ്. അവിടെ അല്ലാഹുവിന്റെ ഖുർആനിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് നാം ഇവിടെ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. 17 അധ്യായം 81 മുതലുള്ള വചനം 85 വരെ ഒന്ന് വായിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഓതി തരികയാണ്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വനുനസ്സിലു മിനൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് അത് ശിഫാ ആയിട്ടാണ്, നിങ്ങൾക്ക് ശമനമായിട്ടാണ്. മനസ്സിലെ സകല രോഗങ്ങളിൽ നിന്നുമുള്ള ശമനം. ഈ ഖുർആൻ എന്തിനൊക്കെ ശമനമാണ്? മനസ്സിന്റെ സകലമായ രോഗങ്ങൾക്കും ശമനമാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഇത് സത്യവിശ്വാസികൾക്ക് ശമനമാണ്. അല്ലേ? നമുക്കറിയാം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഒരു സംഭവമാണ്. അതിന്റെ ചിന്തകൾ മഹോന്നതമാണ്. നമ്മുടെ മനസ്സുകളിൽ ഇതുണ്ട്. ഖുർആൻ പറയുന്ന അലിഫ് ലാം റാ അലിഫ് ലാം മീം ദാലികൽ കിതാബ് ദാലികൽ കിതാബ് ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അതാകുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ അവർക്ക് സംശയമേ ഇല്ല. ആർക്ക് സംശയമില്ല? മുത്തഖികളായ ആളുകൾക്ക് സംശയമില്ല. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ വന്ന പദങ്ങളിൽ ഒന്ന് മുത്തഖി എന്ന പദമാണ്. മുത്തഖികൾക്ക് സംശയമില്ല. ദാലികൽ കിതാബ്, അതാകുന്നു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ സംശയമില്ല. ഏതാണ് ഈ ഗ്രന്ഥം? അറബ് ജനതയുടെ മനസ്സിനെ മാറ്റിമറിച്ച ഗ്രന്ഥം. ലോകത്തെ എത്രയോ രാജ്യങ്ങളുടെ മനസ്സിന്റെ ചിന്താഗതികളെ ആകർഷിച്ച പടച്ചതമ്പുരാന്റെ ഗ്രന്ഥം. ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ജീവിച്ചു പോന്ന ടെന്റ് കെട്ടിയ ഊഷര ഹൃദയം പേറിയ ഊഷര ഭൂമിയിലെ ഒരു ജനപദത്തെ സാംശീകരിച്ച ഗ്രന്ഥം. അവരുടെ മനസ്സിലെ മ്ലേച്ഛതകളെ കഴുകിക്കളഞ്ഞ ഒരു ഗ്രന്ഥം. വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഇത് സത്യവിശ്വാസികൾക്ക് ശമനമാണ്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. വേറെ സ്ഥലത്ത് അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. പാശ്ചാത്യനും പൗരസ്ത്യനുമില്ല, ബ്രാഹ്മണനും ക്ഷത്രിയനുമില്ല. ലോകത്ത് എവിടൊക്കെ മനുഷ്യവാസമുണ്ടോ, എവിടെയൊക്കെ ആണും പെണ്ണും ജീവിക്കുന്നുണ്ടോ, അവരെ മുഴുവനും വിളിച്ചിട്ട് അല്ലാഹു പറയുകയാണ്, ഈ ഗ്രന്ഥം നിങ്ങൾക്ക് ലോകർക്ക് ആകമാനമുള്ള പടച്ചതമ്പുരാന്റെ സതുപദേശമാണ്. മൊബൈലിലേക്ക് മെസ്സേജ് ഇങ്ങനെ വരും, അല്ലേ? എല്ലാവർക്കും മൊബൈൽ ഇങ്ങനെ മെസ്സേജ് വരുമ്പോ എല്ലാരും എടുത്തിങ്ങനെ നോക്കും. പെട്ടെന്ന് നിസ്കാരത്തിൽ സലാം കിട്ടിയ പോലും വേഗത്തിൽ, അല്ലേ?
അന്ന് ഒരു മെസ്സേജ് അയച്ചിട്ട് കുറെ കാലായില്ലേ അല്ലേ? സംഘടനാ പ്രവർത്തകരൊക്കെ പലപ്പോഴും സർക്കുലർ വരാൻ കാത്തിരിക്കും അല്ലേ? KNM-ന്റെ, ISM-ന്റെ, MSM-ന്റെ ഒക്കെ സർക്കുലർ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. എന്നാലേ സർക്കുലർ എന്നോ വന്നിട്ടുണ്ട്. അറിയാം, സർക്കുലർ എന്നോ വന്നു കഴിഞ്ഞു. ഇനി ഒരു പുതിയ സർക്കുലറിന്റെ ആവശ്യമില്ല. ആ സർക്കുലറിൽ നിന്നുള്ള സർക്കുലർ അതേതാ? ഏറ്റവും ലേറ്റസ്റ്റ്, ഏറ്റവും പഴക്കമുള്ള സർക്കുലർ ഏതാ? ഏറ്റവും പഴക്കമുള്ളത് വിശുദ്ധ ഖുർആനാ. വിശുദ്ധ ഖുർആൻ സർക്കുലറിലൂടെ അയച്ചു തന്നിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക്. ഇനി ഒരു പുതിയ സർക്കുലറിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? അത് മനസ്സിലാക്കിയിട്ടില്ലല്ലേ? ഖുർആനിലോ ഏറ്റവും വലിയ സർക്കുലർ റഹ്മാനായ റബ്ബ് മനുഷ്യനോട് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കൃത്യമായ, നീ എന്തൊക്കെ ദുനിയാവ് ചെയ്യണം, അങ്ങനെ ഒരു സർക്കുലർ കിട്ടിയിട്ട് അതിനെക്കുറിച്ച് വല്ല ബോധമുണ്ടോ ഇവിടെ? ഉണ്ടോ? വിശുദ്ധ ഖുർആനാകുന്ന സർക്കുലർ അതിവിടെ വന്നിട്ടുണ്ട്. ആ സർക്കുലറിനെ കുറിച്ച് അഗാധമായി ആലോചിക്കാനാ റഹ്മാനായ റബ്ബ് മനുഷ്യനെ പഠിപ്പിച്ച് അതിനെക്കുറിച്ചുള്ള ഒരു ആലോചന ഉണ്ടാവണം. ഖുർആൻ പഠിപ്പിച്ചിടത്ത് നിൽക്കാൻ കഴിയണം. അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ മറന്നു പോവുകയുമാണോ? ഇന്ന് മുസ്ലിങ്ങളുടെ ഒരു പൊതു അവസ്ഥ ഇതാണ്. സ്വന്തത്തെ കുറിച്ച് മറന്നു പോവുക, ലോകത്തോട് നല്ലത് പറയുക. സൂറത്ത് ബഖറയിലെ 44-ാമത്തെ വചനമാണ്. സൂറത്ത് ബഖറ പറയാണ്, നിങ്ങൾ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവരല്ലേ? ജൂതന്മാരോട് ചോദിച്ചാൽ അല്ല, നിങ്ങളെ ജനങ്ങളോട് നല്ലതൊക്കെ നിങ്ങൾ പറയണേ, നല്ലത് ചെയ്യണമെന്ന് പറയണേ, നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ജനങ്ങൾ ഉപദേശിക്കുന്നു. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ മറന്നു പോവുകയാണ്. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ മറന്നുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ ആദ്യം പറഞ്ഞിടത്തേക്ക് ഒന്നാണ് മടങ്ങിക്കോ. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് ഇതാ നിങ്ങൾക്ക് ഒരു സതുപദേശം വന്നിരിക്കുന്നു. അതെ, ഇത് നിങ്ങളുടെ ഹൃദയത്തിന് ശമനമാണ്. എല്ലാവിധ രോഗങ്ങളെയും കഴുകിക്കളഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ. അസൂയാലുക്കളായ അറബ് ജനതയെ, ശിർക്കിൽ ആവതിച്ചു പോയ അറബ് ജനതയെ, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടിയ അറബ് ജനതയെ, കച്ചവടത്തിന്റെ നേരുന്നറിയമറിയാത്ത അറബ് ജനതയെ, പരസ്പരമുള്ള സ്നേഹബന്ധങ്ങളുടെ മാഹാത്മ്യമറിയാത്ത അറബ് ജനതയെ, അതെ തമ്മിലുള്ള പെരുമാറ്റത്തിന്റെ മഹനീയത തിരിച്ചറിയാതെ പോയ അറബ് ജനതയെ, ഒട്ടകത്തിന്റെ കയറിന് വേണ്ടി പോലും സഹസ്രാബ്ദങ്ങൾ അല്ലെ, എത്ര വേണമെങ്കിലും, എത്ര വർഷം വേണമെങ്കിലും, എത്ര കൊല്ലം വേണമെങ്കിലും, 40-ഓ 50-ഓ ഇനി അതിന് കൂടുതലും യുദ്ധം ചെയ്തിരുന്ന ഒരു ജനതയെ, ജനിച്ചു വീണ പെൺകുട്ടിയോട് ദാക്ഷിണ്യമില്ലാതെ, കാരുണ്യമില്ലാതെ, അല്ലെ അങ്കുശമില്ലാത്ത അവരുടെ തോന്നിവാസങ്ങൾ അതെല്ലാം നടന്നിരുന്നു അറബ് ജനതയിൽ. ആ ജനതയിലെ അള്ളാഹുവിന്റെ ഗ്രന്ഥം കടന്നു വരികയാണ്. ഇവിടെ നമ്മളൊക്കെ ആലോചിക്കേണ്ടത് QHLS എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന വിപുലമായ പരിപാടി, അതിനെ വരെ വിമർശിച്ച മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അല്ലേ? QHLS, ഖുർആൻ ഹദീസ് ലേണിംഗ് സെന്റർ, അതാണ് നമ്മുടെ പ്രത്യേകത. ഖുർആൻ മാത്രമല്ല, ഖുർആനും ഹദീസും അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ഖുർആനും ഹദീസും പറഞ്ഞിട്ടുണ്ട് അല്ലേ? എവിടെയൊക്കെ വിശുദ്ധ ഖുർആൻ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും സുന്നത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ സമയം ഖുർആനും അതിന്റെ വ്യാഖ്യാനവും അല്ലേ? അങ്ങനെയാ. അതുകൊണ്ടാണ് നമ്മൾ QHLS തുടങ്ങി. അങ്ങനെ ആരോട് പറയും? ഇതിന്റെയൊക്കെ മഹത്തറിയാത്ത ആളുകൾ ഒരുപാട് കാലഘട്ടം അല്ലെ മനുഷ്യ സമൂഹത്തിൽ ഇങ്ങനെ കടന്നുകൂടിയാൽ യാതൊരു രക്ഷയ കാര്യത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ ഗൗരവമായി എന്നറിയോ, വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 34-ാമത്തെ വചനം വായിക്കണം. അതെന്താ? വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ, വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അഹ്സാബിൽ പറയും, നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും. എങ്ങനെ ഖുർആൻ മാത്രം വായിക്കുന്നവരില്ല, ഖുർആനും സുന്നത്തും നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് വായിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അങ്ങനെയാ, ഖുർആനും സുന്നത്തും വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ. നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും. സഹീഹ് ബുഖാരി വായിക്കപ്പെടണം, സഹീഹ് മുസ്ലിം വായിക്കപ്പെടണം. അല്ലാഹു പറഞ്ഞതാ, അല്ലാഹു പറഞ്ഞതല്ല. അല്ല മുസ്ലിയാക്കന്മാരും മൊല്ലമാരും പറഞ്ഞതല്ല, മൗലൈമാരും ചിന്തകന്മാരും പറഞ്ഞതല്ല, അല്ലാഹു പറഞ്ഞതാ. അല്ലാഹു പറഞ്ഞെടുത്ത് നിൽക്കാൻ കഴിയോ? നാ രക്ഷപ്പെടും? ഇല്ലേ ഫസാദിനെ ഉണ്ടാവും. നന്നായി മനസ്സിലായി കൂടെ. അല്ലാഹു ഖുർആനിൽ എന്ത് പറഞ്ഞു? അവിടെ നിൽക്കാൻ സന്നദ്ധരുണ്ടോ?
ഉണ്ടോ? അള്ളാന്റെ റസൂൽ പറഞ്ഞെടുത്ത് നിൽക്കാൻ സന്നദ്ധരുണ്ടോ? ഉണ്ടെങ്കിൽ രക്ഷപ്പെടുന്നതാണെന്ന് പറയുന്നത്. അള്ളാഹു പറയണേ, നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും ഉണ്ടോ? നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ വായിക്കുക എന്നാണ്. അപ്പൊ നമ്മുടെ ഭവനങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വായന കൊണ്ടും പ്രവാചക വചനങ്ങൾ ഉരുവിടുന്നത് കൊണ്ടും ധന്യമായി തീരണം. മനസ്സിലായോ? സ്വഹാബത്തെ ഹദീസുകളെ ക്രോഡീകരിക്കാൻ, ഹദീസുകളെ സംരക്ഷിക്കാൻ അവർ നടത്തിയ ത്യാഗോജ്വലമായ ചരിത്രം ഹദീസ് ഗ്രന്ഥങ്ങളിൽ പോലും അതിന്റെ മുഖദ്ദിമയിലൊക്കെ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം, ഇതൊക്കെ ഒന്ന് പഠിക്കണം. നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നതും നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാത്തതും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ദീനുൽ ഇസ്ലാമിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കി അല്ലാഹു പറഞ്ഞു, റസൂല് പറഞ്ഞു, അത് സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കള്ളം പറയാത്ത ആളാണ്. അല്ലാഹു തിരഞ്ഞെടുത്ത പ്രവാചകനാണ്. അല്ലാഹു തിരഞ്ഞെടുക്കുകയും അല്ലാഹു തൃപ്തിപ്പെടുകയും ഞാനിതാ അമ്പിയാക്കളുടെ ലോകരുടെ എല്ലാവരുടെയും നേതാവാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ പഠിപ്പിച്ചു. അബ്ദുൽ മുത്തലിബ്, ഞാൻ കള്ളമല്ല. ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കില്ല. ആര് നിങ്ങളോട് കള്ളം പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല. 9 ഭാര്യമാരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് റസൂലുള്ളാഹ്. അബൂ സുഫിയാന്റെ സർട്ടിഫിക്കറ്റ്, ആ ജന്മ ശത്രുവായി ജീവിച്ച് ഒടുവിൽ ഇസ്ലാം സ്വീകരിച്ച അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സർട്ടിഫിക്കറ്റ് പോലും അദ്ദേഹം ശത്രുപക്ഷത്തുണ്ടായിരുന്ന കാലത്ത് രാജകൊട്ടാരത്തിൽ വെച്ചുള്ള ചോദ്യത്തിന് ഈ ആള് കള്ളം പറയുന്ന ആളാണോ എന്ന് ചോദ്യത്തിന് ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത ആളാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സർട്ടിഫിക്കറ്റ്. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച അനുയായികളിൽ ഒരാൾ പോലും അല്ലാഹുവിന്റെ റസൂലിനെ സംശയിച്ചിട്ടില്ല. അബൂജഹൽ പോലും പറഞ്ഞത്, നിന്നെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല മുഹമ്മദേ എന്ന്. അത്ര പരമ പരിശുദ്ധനായ അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിൽ നിന്നൊരു വാക്ക് വന്നാൽ അതിനെ സംശയദൃഷ്ടിയോടുകൂടി കാണുന്നവൻ പ്രവാചകത്വത്തിന്റെ വ്യക്തിത്വത്തെ, പ്രവാചകനെ തന്നെ നിഷേധിക്കുന്നവനാണെന്നാണ് അഹ്ലുൽ സുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം. അറിയോ, ഒരു ഹദീസ് സഹിയായി കണ്ടു, അത് നിഷേധിക്കുന്നവൻ നബിയെ നിഷേധിച്ചവനാ. പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമില്ല, പിന്നെ നോമ്പ് നോക്കിയിട്ട് കാര്യമില്ല, പിന്നെ വയറ് പറഞ്ഞിട്ട് കാര്യമില്ല, ഓൻ ഏതിന്റെ പ്രസിഡന്റ് ആയിട്ട് കാര്യമില്ല, ഓൻ ഏതിന്റെ സെക്രട്ടറി ആയിട്ട് കാര്യമില്ല. വളരെ ഗൗരവമായിട്ട് അത് പറയും. ഇത് ഈ ലോകത്ത്, നമ്മുടെ ഈ ഭൗതിക ലോകത്തുള്ള സുഖാസ്വാദനങ്ങളല്ല മതം. നിങ്ങൾ ഒരിക്കലും അങ്ങനെ മനസ്സിലാക്കരുത്. മരണാനന്തര ജീവിതത്തിൽ രക്ഷണ്ടല്ലോ. ആ വാക്ക് മറക്കരുത്. എടോ, ഈ ദുനിയാവെ വഞ്ചിക്കപ്പെടുന്ന ചരക്ക. ഇവിടുന്ന് സുഖവും സൗഭാഗ്യമൊക്കെ ഉണ്ടാവും. അതാണ് എവിടെ ചാരി നിന്നോ അതൊക്കെ ഉണ്ടാവും. പ്രമാണം പറഞ്ഞ് നിങ്ങൾ മറ്റു പലതിന്റെ പിന്നാലെ പോയാലും ഈ സുഖവും ആസ്വാദനവും ഒക്കെ നിങ്ങൾക്ക് ദുനിയാവിലുണ്ടാവും. പക്ഷെ നമത്യുഹും കലീല, കുറച്ച് സുഖവും കുറഞ്ഞ സൗഭാഗ്യവും ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ആസ്വദിക്കേണ്ടി വരും. പിന്നെ പടച്ചോനൊരു പിടുത്തം, ആ പിടുത്തത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ പിന്നെ കഴിയില്ല. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി അല്ലാഹുവിന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ ആധികാരികതയുമാണ് നാം ഇവിടെ കൃത്യമായി പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നല്ലോ. നബി മക്കയിൽ വന്നിട്ട് എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാം. അത്ഭുതകരമായി നമ്മൾ കാണേണ്ട, ആശ്ചര്യത്തോടെ നമ്മൾ വിലയിരുത്തേണ്ട വളരെ പ്രധാനമായ ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? അതെന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊടുക്കാത്ത, നബിയിൽ നിന്ന് ഖുർആനിന്റെ ഒരു ഭാഗം കേൾക്കാതെ അറബി ജനത ഉണ്ടായിട്ടില്ല. അതായത് അറേബ്യയിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ വിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഓതി കേൾക്കാത്തവരായിട്ടുണ്ടായിട്ടില്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഖുർആനിക വചനവും ജനങ്ങൾക്ക് ഓതി കൊടുക്കുകയുണ്ടായത്, ജനങ്ങൾക്ക് ഓതി വിശദീകരിക്കുകയുണ്ടായത്. നിങ്ങൾക്കറിയാലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് വായിക്കുന്നവർ. അല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാ വഅൻഫിഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ. അല്ലാഹുവിന്റെ കിതാബ് വായിക്കുക, അത് ഒരു നിരന്തരമായ തപസ്സായിട്ട്. ഇബ്നു ഖയ്യിം ജൗസി അദ്ദേഹം പറയുന്ന വാക്കുകളുണ്ട്. ജിഹാദിന്റെ 13 സ്റ്റേജുകൾ എണ്ണിയ കൂട്ടത്തിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയണേ, ജിഹാദിന്റെ ഒന്നാമത്തെ ഭാഗം എന്താണെന്നറിയോ? ഒന്നാമത്തെ ജിഹാദ് എന്താണെന്നറിയോ? അന്യന്റെ പണ്ടത്തെ കത്തി കേട്ടലല്ല, പിന്നെയോ അവനവന്റെ ദേഹേച്ഛയെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും
പഠിക്കാൻ കൺട്രോൾ ചെയ്ത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും മുമ്പിൽ ശിഷ്യപ്പെടലാകുന്നു ജിഹാദിന്റെ ഒന്നാമത്തെ ഭാഗം. എങ്ങനെ? ഇവിടെ ഇരിക്കുന്ന ഈ സദസ്സിലിരിക്കുന്ന ആബാലവൃദ്ധൻ ജനങ്ങളോട്, ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഞാൻ വളരെ ഗൗരവമായി പറയാം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാനെന്ത്? വിശുദ്ധ ഖുർആൻ അതുപോലെ ഹദീസ് അത് പഠിക്കാൻ ഒരു മനുഷ്യന്റെ ഇച്ഛയെ കൺട്രോൾ ചെയ്ത് സ്ഥിര ഖുർആനിന്റെ പഠിതാവുക. അല്ലേ? ഡെയിലി പത്രം വായിക്കാത്തവരുണ്ടോ ഈ ഇരിക്കുന്നവർക്കിടയിൽ? അവനവന് ഇഷ്ടമുള്ള പത്രം എല്ലാവരുടെ വീടുകളിലും എത്തിക്കുന്നുണ്ടല്ലോ, എല്ലാവരുടെ വീടുകളിലും വരുന്നുണ്ടല്ലോ, എല്ലാവരുടെ വീടുകളിലും വായിക്കപ്പെടുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ ഡെയിലി വായിക്കുന്നവർ എത്ര പേര് ഈ സദസ്സിലുണ്ട്? ഞാൻ എന്ന പടച്ചവന്റെ ഖുർആനിക വചനം ഒന്ന് പഠിക്കും, ഞാൻ എന്നൊരു ആയത്ത് പഠിക്കും, അത് ഇന്ന് അധ്യായത്തിലാണെന്ന് ഞാൻ പഠിക്കും, അത് ഇത്രാമത്തെ വചനമാണെന്ന് ഞാൻ പഠിക്കും, ആ വചനം ഇറങ്ങാനുള്ള സബബുൻ നുസൂൽ അവതരണ പശ്ചാത്തലം ഞാൻ പഠിക്കും, അതിന്റെ ആശയം ഞാൻ പകരും. ഇബ്നു ഖയ്യിം ജൗസി പറയാണ്, പിന്നെ ആ പഠിച്ച ഖുർആനിക വചനം മനപ്പാഠമാക്കാനുള്ളതാണ് രണ്ടാമത്തെ ജിഹാദ്. എങ്ങനെ? ആ ഖുർആൻ മനപ്പാഠമാക്കാനുള്ളതാണ് രണ്ടാമത്തെ ജിഹാദ്. മൂന്നാമത്തെ ജിഹാദോ ആ പഠിച്ച കാര്യമില്ലേ, ആദ്യമായി ദേഹേച്ഛയെ ഖുർആനും സുന്നത്തും പഠിക്കാൻ കൺട്രോൾ ചെയ്ത് നിർത്തുക. ഇതിന് സാധിച്ചിട്ടുണ്ടോ? ഇതിന് സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? എങ്കിൽ നമ്മൾ വിജയിച്ചു. അതാ വിജയം. ഈ ദുനിയാവ് വഞ്ചിക്കപ്പെടുന്ന വിഭവമാണ്. ഖുർആനിന്റെ 3-ാം അധ്യായം 185-ാമത്തെ വചനം, ഖുർആനിന്റെ 50-ാം അധ്യായം 20-ാമത്തെ വചനം. അതുകൊണ്ട് അറിയുക, ദുനിയാവ് വഞ്ചനയുടെ വിഭവമാണ്. അത് കണ്ടുകൊണ്ട് ബേജാറാവണ്ട. അതിനപ്പുറത്തുള്ളതാണ് ജീവിതം. കണ്ണടഞ്ഞാൽ പിന്നെ തുടങ്ങുന്ന ജീവിതമാണ് യഥാർത്ഥമായ ജീവിതം. അതെ, 88-ാം അധ്യായം വിശുദ്ധ ഖുർആൻ 20, 21, 22, 23 വചനങ്ങളിലൂടെ കടന്നുപോ. അവിടെ നമ്മൾ വായിക്കുന്നത് ഈ ദുനിയാവ് ശാശ്വതമല്ല, കണ്ണ് ചുമ്മിയാൽ അവസാനിക്കാവുന്നതാണ് ഈ ജീവിതം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായി സുമോർക്ക നീ. നോക്കൂ, എന്താ പറഞ്ഞ പത്തിന്റെ അർത്ഥം? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായി സുമോർക്ക നീ. ഈ സുഖവും ആസ്വാദനയും അല്ലേ, ഏത് കൊട്ടാരത്തിലേക്ക് യാത്ര പോകുമ്പോഴും കണ്ണടഞ്ഞാൽ കഴിഞ്ഞു, മരിച്ചാൽ കഴിഞ്ഞ്. ഒരു നാഴിക അല്ലാഹു ഒരാളെ വിധിച്ചതില്ല, ഇല്ല. അതാണ് 16-ാം അധ്യായം 61 പറയുന്നത്. ഇല്ല, ഒരു നാഴികയും ഒരാൾക്ക്, ഒരു രാജാവിന് നാളെന്റെ മോളെ കല്യാണ പടച്ചോനെ മലക്കുലോസേ എന്നെ കൊണ്ടുപോയില്ലേ എന്ന് പറയാൻ പറ്റില്ല, പാടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു അവസരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് നിമിഷവും മരിച്ചു പോകും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ മാതൃഭൂമി ഡെയിലി വായിക്കുന്നവർ, മാധ്യമം വായിക്കുന്നവർ, ചന്ദ്രിക വായിക്കുന്നവർ, സിറാജ് നെഞ്ചോട് ചേർത്ത് പിടിച്ചവർ അല്ലാഹുവിന്റെ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? വായിച്ചിട്ടുണ്ടോ? അതിന്റെ സർക്കുലേഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അത് വായിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് പഠനം നടത്തിയിട്ടുണ്ടോ? അതിന്റെ അനുയായികൾ എത്രയുണ്ടെന്ന് ചില മുസ്ലിം വീടുകളിൽ അല്ല, മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം വീടുകളിൽ കേസറ്റുകളുണ്ട്, CD കേസറ്റുകളുണ്ട്, സിനിമകളുണ്ട്, സെക്സ് ആസ്വദിക്കാൻ ഇന്റർനെറ്റ് ഉണ്ട്, മൊബൈലുണ്ട്, ഫ്രിഡ്ജുകളുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. അമാനമൂലയുടെ പരിഭാഷയില്ല, ഖുർആനില്ല, സുന്നത്തില്ല, ഹദീസ് ഗ്രന്ഥങ്ങളില്ല, മലയാളത്തിലെ പരിഭാഷകളില്ല. ഈ 2014 ആകുമ്പോ ഹദീസ് ഗ്രന്ഥങ്ങളുടെ മുഴുവൻ വോള്യങ്ങളും മലയാളത്തിലേക്ക് കൃത്യമായി സഹിയായ മുഴുവൻ ഹദീസുകളും ഇവിടെ പരിഭാഷ ചെയ്യപ്പെടും. ബുഖാരി, മുസ്ലിം, അബൂ ദാവൂദ്, തുർമുദി, നസായി, ബൈഹഖി, ഇബ്നു മാജ എല്ലാം അത് വായിക്കാൻ, അത് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ, അതിന് നിയ്യത്ത് വെക്കാൻ, ഞാനത് വാങ്ങും, ഞാനത് പഠിക്കും, എന്റെ മക്കളത് വായിക്കും, എല്ലാ സുബഹിക്കും എല്ലാ മഗ്‌രിബിനും എന്റെ മക്കളെ കൊണ്ട് ഞാനത് വായിപ്പിക്കും, എന്റെ വിലപ്പെട്ട സമയം ഞാനതിനു വേണ്ടി ചെലവഴിക്കും എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അതാലോചിക്കേണ്ടത്. എങ്ങനെയാ റസൂലുള്ളാഹി ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നിയോഗിക്കുക വഴി അല്ലാഹു നിങ്ങൾക്ക് മഹത്തായ അനുഗ്രഹം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളല്ല ഈ റസൂല്, നിങ്ങൾക്കറിയാവുന്ന ആളാണ് ഈ റസൂല്, നിങ്ങളുടെ കൂടെയുള്ള ആളാണ് ഈ റസൂല്, നിങ്ങൾക്ക് പരിചയമുള്ള കുടുംബത്തിലെ മെമ്പറായി റസൂല്. ആ റസൂലിനെ നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ നിയോഗിക്കുക വഴി അല്ലാഹു നിങ്ങൾക്ക് മഹത്തായ അനുഗ്രഹം ചെയ്തു തന്നിരിക്കുകയാണ്. എന്താ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി? യജ്ലു അലൈഹിം, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹം നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരുന്നു. പിന്നെയോ വയുസക്കീഹിം,
അവൻ നിങ്ങളെ സംസ്കരിക്കുകയാണ്. റസൂലുള്ള നിങ്ങൾക്ക് സംസ്കാരം പകരുകയാണ്. എങ്ങനെയാ പ്രവാചകൻ സംസ്കാരം പഠിപ്പിക്കുന്നത്? ഖുർആനും സുന്നത്തും പഠിപ്പിച്ചിട്ട്. അറബി ജനത എങ്ങനെയാ നന്നായത്? പാഠക്കിതാബ് അവർക്ക് പരിചയമില്ല, ഖുതുബിയത്ത് അവർക്ക് പരിചയമില്ല, ഖുതുബാത്ത് അവർക്ക് പരിചയമില്ല. പിന്നെ എങ്ങനെയാ അവർ നന്നായത്? അള്ളാഹുവിന്റെ ഖുർആൻ റസൂൽ വായിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ നമ്മുടെ പിന്നെ കോളേജുകളോ, ഇന്നത്തെ അറബി കോളേജുകളോ, ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോ, വിജ്ഞാനശാഖകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നബിക്ക് ഒരു സിലബസ് ഉണ്ടായിരുന്നു. പ്രവാചകനെ ഒരു കൃത്യമായ സിലബസ് ഉണ്ടായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൃത്യമായ ഒരു സിലബസ് ഉണ്ടായിരുന്നു. അതെന്താണ്? ഖുർആൻ വായിക്കുക, ഖുർആൻ മനപ്പാടാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സൂറത്ത് ഖിയാമ പറയുന്നത് എന്താണ്? സൂറത്ത് ഖിയാമയിൽ പറയുന്നതല്ലേ, നബിയെ നിങ്ങളെ ഖുർആനെ പഠിക്കാൻ വേണ്ടി നാവിനെങ്ങനെ ദ്രുതഗതിയിൽ ചലിപ്പിക്കേണ്ട നബിയെ, അത് വായിച്ചു തരലും, അത് ഓതി തരലും, അത് മനപ്പാടമാക്കലും, അത് ക്രോഡീകരിക്കലും ഒക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ അതിനെ ബയാൻ ചെയ്യേണ്ടത്, അത് വിശദീകരിച്ച് തരേണ്ടത്, ആ ആയത്ത് എന്താണ് ഉൾക്കൊള്ളുന്നത് എന്ന് അല്ലേ? വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് എന്താണ് ഉൾക്കൊള്ളുന്നത് എന്ന് അത് പഠിപ്പിച്ചു തരാൻ അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി നബിയുടെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടാവും. അതാണ് നബിയുടെ പ്രത്യേകത. ഇന്ന് സമൂഹം എന്താ മാറാത്തത്? ഇന്ന് പ്രാസംഗികരുടെ ജീവിതത്തിൽ അതില്ല. ഇന്ന് ദീന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അതില്ല. ആളുകൾ നോക്കുകയാണ് അവരെത്രത്തോളം ദീനുള്ളവരാണ്, അവരുടെ പ്രബോധനത്തിൽ ഉള്ളതും അവർ പറയുന്നതും അവരുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന ആളുകൾ നോക്കുകയാണ്. ഹലാലും ഹറാമും വേർതിരിക്കുകയാണ്, ആളുകൾ മനസ്സിലാക്കുകയാണ്. കാലം ഒരുപാട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് വളരെ ഗൗരവമായി അല്ലാഹുവിന്റെ ഖുർആൻ നമ്മൾ പഠിക്കാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാവണം. നിങ്ങൾ നോക്കിയേ, ഈ ജൂതന്മാരുടെ ഒരു അവസ്ഥാവിശേഷം നിങ്ങൾക്കറിയാലോ, ജൂതന്മാർക്ക് സംഭവിച്ച അവസ്ഥ അറിയാലോ. അത് ചോദിക്കുന്നുണ്ട്, അല്ല അലം യഅ്ലല്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാ. അല്ല നിങ്ങൾക്ക് എന്ത് പറ്റി? എന്താ സംഭവിച്ചത്? നിങ്ങളുടെ മനസ്സ് അല്ലാഹ് അവതരിപ്പിച്ച ഖുർആൻ കൊണ്ട് കിടങ്ങാൻ അവസരമായിട്ടില്ലേ? അല്ലാഹ് അവതരിപ്പിച്ചതിലേക്ക് മടങ്ങാനും അല്ലാഹനെ പേടിച്ചിട്ട് വറക്കാനും അല്ലാഹ് അവതരിപ്പിച്ച ഖുർആനിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ മടക്കി കൊണ്ടുവരാനും നിങ്ങൾക്ക് സമയമായിട്ടില്ലേ എന്നൊരു ചോദ്യം. അല്ല നിങ്ങളുടെ ഹൃദയം കടുത്തു പോയോ? അല്ലാന്റെ ചോദ്യം 57 അധ്യായം സൂറത്ത് ഹദീദ് 16-ാമത്തെ വചനമാണ്. വല്ലാത്തൊരു ചോദ്യം. അല്ല, മുമ്പ് വേദം നൽകപ്പെട്ടവരെ പോലെ അവരിലെ ധാരാളം ആളുകൾ, അതായത് ഒരു വേദഗ്രന്ഥം കിട്ടി, ആ വേദഗ്രന്ഥം അനുസരിച്ച് ജീവിച്ചു പോന്ന്, പിന്നെ ആ വേദഗ്രന്ഥത്തിന്റെ റിവേഴ്സ് കീറിലേക്ക്. എല്ലാ കാലഘട്ടവും അങ്ങനെയാണ്, എല്ലാ കാലത്തും അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ ഗൗരവം പുലർത്തേണ്ടവർ നമ്മളാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിശാചിനെ ഏറ്റവും ദേഷ്യം നമ്മളോടാണ്. ഈ ഖുർആനും സുന്നത്തും നമ്മൾ പറയുന്നു എന്നുള്ളതാണ് ഇബ്ലീസിന്റെ ഏറ്റവും വലിയ ദേഷ്യം. ഇബ്ലീസിന് ഏറ്റവും വലിയ വിഷമത എന്താണ്? സലഫി പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് ഏറ്റവും പേടി ഇബ്ലീസിനാണ്. അതുപോലെ ഹിസ്ബു ശൈത്താനാണ്, ശൈത്താന്റെ കക്ഷികൾക്കാണ്. എന്നാൽ ഹിസ്ബുള്ള അള്ളാന്റെ പാർട്ടി അതാരാ? നമ്മളാണെന്ന് വെറുതെ പറഞ്ഞാൽ പോലെ ആവണം. ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അള്ളാഹുവിന്റെ റസൂലിനെ അനുധാവനം ചെയ്യുന്ന ഒരു ജനത നമ്മളാവണം. അറബ് ജനത നന്നായത് കൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അവർ കേട്ടു, അവരുടെ മനസ്സിലത് ആകർഷിച്ചു. അവരതിന്റെ ഓരോ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ആയത്ത് ഞങ്ങൾക്ക് ഓതി തന്നാൽ ആ 10 ആയത്ത് ഞങ്ങൾ മനപ്പാടാകും. നിങ്ങൾ ആലോചിച്ചേ, ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പോലും ഒന്ന് ഇമാമത്ത് നോക്കിയട്ടെ, ഓതാൻ കഴിയില്ല. ആയത്തുകൾ ഇവർ കേരളത്തിന്റെ തന്നെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്താ? റമദാനിൽ ഇമാമത്ത് നിൽക്കാൻ ബീഹാറിനും ഗുജറാത്തിൽ നിന്നും കുറെ ആളുകൾ വരും, ഓരോ നിൽക്കും. ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ സ്ഥിതി എന്താ അറിയോ? ഫാത്തി ഓതാൻ പോലും മലയാളികൾക്ക് അറിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് വളരെ ഗൗരവമായി സ്വഹാബികളൊക്കെ എന്താ കംപ്ലീറ്റ് മനപ്പാടല്ലേ? സ്വഹാബികൾ കംപ്ലീറ്റ് മനപ്പാടല്ലേ? നമ്മൾ പഠിക്കേണ്ടതല്ലേ? നമ്മൾ ശ്രമിക്കേണ്ടതല്ലേ? അറ്റ്ലീസ്റ്റ് കംപ്ലീറ്റ് മനപ്പാടാൻ. സാധാരണ ആളുകൾ പറയുന്നത് ഇപ്പൊ ഇവിടെ സഹോദരന്മാരുടെ പ്രസംഗങ്ങൾക്കുണ്ട്, QHLS നിങ്ങൾ വരൂലേ അബ്ദുക്ക എന്ന് ചോദിച്ചാൽ അബ്ദുക്ക പറയും, ഇപ്പൊ 40-45 വയസ്സായില്ലേ, 40-40 വയസ്സ് കഴിഞ്ഞില്ലേ, കുട്ടിക്കാലം കഴിഞ്ഞേ നോക്കാം. മുഹമ്മദ് നബിക്ക് 1-ാമത്തെ വയസ്സിലാ ഖുർആൻ അവതരിച്ച്. 40-ാമത്തെ വയസ്സിലാണോ മുഹമ്മദ് നബിക്ക് ഖുർആൻ അവതരിച്ചു തുടങ്ങി? 40-ാമത്തെ വയസ്സിൽ
40ാമത്തെ വയസ്സിൽ ആലോചിക്ക് അല്ലേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ ബീവിക്ക് വയസ്സ് എത്രേ 55 ഖദീജ ബീവി ഖുർആൻ ആദ്യമായിട്ട് കേൾക്കുന്ന 55ാമത്തെ വയസ്സിലല്ലേ. മനപ്പാടാക്കിയോ? കേട്ടത്രയും പഠിച്ചോ? ജീവിച്ച കാലത്ത് കിട്ടിയൊക്കെ പഠിച്ചല്ലോ അല്ലേ. ജീവിതകാലത്ത് കിട്ടിയപ്പോൾ പഠിച്ചില്ലേ? പഠിച്ചു. 66ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ഭാര്യ സൗദാ ബീവിനെ കല്യാണം കഴിച്ചു. 66ാമത്തെ വയസ്സിൽ അവർ ഇസ്ലാം സ്വീകരിച്ച്. 66ാമത്തെ വയസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു സൗദാ ബീവി റളിയല്ലാഹു തആല അൻഹ. മൂന്നാമത്തെ ഭാര്യയായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. അല്ലേ അവിടെ എല്ലാവരും ഒന്ന് പരിശോധിച്ച് 66 വയസ്സുള്ള സൗദാ ബീവി ഖുർആൻ പഠിച്ച് ആഗ്രഹമുണ്ടോ? പഠിക്കും അല്ലേ. വലിയ ഉദ്യോഗസ്ഥന്മാര് പല ഓഫീസുകളിലും കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലുകളും മറ്റു കാര്യങ്ങളും പഠിച്ചില്ലേ അല്ലേ. മൊബൈൽ പഠിച്ചില്ലേ. വേണമെങ്കിൽ പഠിക്കാം. അള്ളാന്റെ ഖുർആൻ പഠിക്കാൻ പ്രായ വ്യത്യാസമില്ല. അല്ല പറയുന്നത് കേട്ടോ. സൂറത്ത് ഖമർ 54-ാം അധ്യായം സൂറത്ത് ഖമറിലെ 4 സ്ഥലത്ത് അല്ലാഹു പറയാൻ വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. അല്ലാഹു പറയാൻ വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. ഓർക്കുന്നവർ, ചിന്തിക്കുന്നവർ, ചിന്തിക്കുന്നവർക്ക്, മനനം ചെയ്യുന്നവർക്ക് അല്ലാഹുവിന്റെ ഗ്രന്ഥം എളുപ്പമാക്കിയിരിക്കുന്നു. ആരെങ്കിലും ചിന്തിക്കാൻ തയ്യാറുണ്ടോ? ആരെങ്കിലും പഠിക്കാൻ തയ്യാറുണ്ടോ? 4 സ്ഥലത്താണ് ഒരധ്യായത്തിൽ ഈ ആയത്ത് ആവർത്തിക്കുന്നത്. ഏത് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. അല്ലാഹുവിന്റെ ഖുർആനെ പഠിക്കാൻ തയ്യാറുണ്ടോ? മനസ്സിലാക്കാൻ തയ്യാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഇത് എളുപ്പമാക്കിയിരിക്കും. ഖുർആനിലെ 54-ാം അധ്യായം സൂറത്ത് ഖമർ 17-ാമത്തെ വചനം, 22-ാമത്തെ വചനം, 32-ാമത്തെ വചനം, 40-ാമത്തെ വചനം. 4 സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. 4 സ്ഥലത്ത് റഹ്മാനായ റബ്ബ് പറയുന്നത് ഇതാ നിങ്ങൾക്ക് ഖുർആൻ പഠിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഖുർആനെ എളുപ്പമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. വിശുദ്ധ ഖുർആനിലെ എല്ലാ വേദങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചില പ്രത്യേകതകളുണ്ട്. എന്താണത്? ഖുർആനെ മനപ്പാടാക്കാൻ കഴിയും. ലോകത്തിന് ഖുർആൻ കംപ്ലീറ്റ് മനപ്പാടാക്കാൻ കഴിയും ഇല്ല. ലോകത്തെ ഒരു ഹിന്ദു സഹോദരനും ഋഗ്വേദം മനപ്പാടമില്ല, യജുർവേദം മനപ്പാടമില്ല, സാമവേദം മനപ്പാടമില്ല, അഥർവവേദം മനപ്പാടമില്ല. ഉപനിഷത്തുക്കളിൽ ഒന്നുപോലും മനപ്പാടമുള്ള ഒരു ഹിന്ദു സഹോദരനും ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. ബൈബിളിന്റെ പൂർണ്ണമായി 69 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന സത്യവേദ പുസ്തകം കംപ്ലീറ്റ് മനപ്പാടമുള്ള ഒരു ക്രിസ്ത്യാനിയും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇന്നില്ല, ഇന്നലെയില്ല, നാളെ ഉണ്ടാവുകയില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ മനപ്പാടമുള്ള ലക്ഷോപലക്ഷം ചെറിയ കുരുന്നുകൾ വരെ ലോകത്തിൽ ഇഷ്ടംപോലെയുണ്ട് അല്ലേ. ലോകത്തിലെ ഇതര വേദഗ്രന്ഥങ്ങൾ ഏതെങ്കിലും ഒരു വലിയ തീക്കുണ്ടാരത്തിനിട്ട് കരിച്ചു കളഞ്ഞാൽ ആ വേദം പിന്നെ ലോകത്തില്ല, പിന്നെ അതിനെ പുനർജീവിപ്പിക്കാനാവില്ല. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആനിന്റെ മുഴുവൻ കോപ്പികളും ഒരു വലിയ തീക്കുണ്ടാരത്തിനിട്ട് ചുട്ടുകരിച്ചാൽ പോലും ഹാഫിളുകളുള്ള ഒരു ലോകം, എല്ലാവരും ഖുർആൻ മനപ്പാടമുള്ളവർ, ലക്ഷോപലക്ഷം ആളുകൾ അല്ലേ. എത്രയോ ആളുകൾ ഈ വിശുദ്ധ ഖുർആന്റെ മഞ്ചേരിയിൽ പോലും നമുക്ക് ഇഷ്ടം പോലെ ആളുകളെ കൊണ്ടുവരാൻ കഴിയും. ഓരോ മണ്ഡലങ്ങളിലും ഖുർആൻ മനപ്പാടമാക്കിയ, മിക്ക വീടുകളിലും ഇന്ന് ഖുർആൻ മനപ്പാടമാക്കിയ ആളുകളുണ്ട് എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ അതാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. തീർച്ചയായും വിശുദ്ധ ഖുർആൻ 15-ാം അധ്യായം 9-ാമത്തെ വചനം. ഈ ഖുർആൻ അത് അള്ളയാണ് അവതരിപ്പിച്ചത്, അല്ലാഹു തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും അല്ലേ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണ ചുമതല, പൂർവ്വവേദങ്ങളുടെ സംരക്ഷണ ചുമതല അല്ലാഹു അതത് കാലക്കാരെ ഏൽപ്പിക്കുകയായിരുന്നു. എന്നാൽ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ സംരക്ഷണം കാരണം അത് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കുള്ളതാണ്. ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കുള്ളതാണ് ആ ഗ്രന്ഥം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഗ്രന്ഥമാണ് നമ്മളോട് പറഞ്ഞത് എന്ത്? ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഈ ഗ്രന്ഥം നിങ്ങളെ ഏറ്റവും ചൊവ്വായതിലേക്ക് നയിക്കുന്നു. ഏറ്റവും ചൊവ്വായതിലേക്ക്, ഏറ്റവും വലിയ ധാർമ്മികത, ഏറ്റവും വലിയ ധർമ്മബോധം, ഏറ്റവും വലിയ നീതിബോധം, എല്ലാവിധ നന്മകളും ഉൾക്കൊള്ളുന്ന പടച്ച തമ്പുരാന്റെ ഗ്രന്ഥം. നിങ്ങൾ ആലോചിച്ച്, ഈ ഗ്രന്ഥം, ഇങ്ങനെയൊരു ഗ്രന്ഥം, ആ ഗ്രന്ഥം മനുഷ്യർക്ക് മാനവ വിമോചനത്തിന് വേണ്ടി അല്ലാഹു അവതരിപ്പിക്കുകയും അത് ഉൾക്കൊണ്ട ഒരു ജനത, അതാണ് പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടത്. നമ്മുടെ നാടുകളിൽ ഇവിടെ ഏത് ജനപദത്തോടും നിങ്ങൾക്ക് ധൈര്യസമേതം ഖുർആനിലേക്ക് ക്ഷണിക്കാം.
വിശുദ്ധ ഖുർആനിലേക്ക് നിങ്ങൾക്ക് ധൈര്യസമേതം ഏതൊരു ജനതയെയും നിങ്ങൾക്ക് ക്ഷണിക്കുക. ഖുർആനിന്റെ ഒരു പരാമർശത്തിൽ പോലും മാനവിക വിരുദ്ധമായ പരാമർശങ്ങളില്ല. ഒരൊറ്റ വാക്കുപോലും മാനവിക വിരുദ്ധമായ ഒരു പരാമർശം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഗ്രന്ഥം ഇവിടുത്തെ ഹൈന്ദവരുടെ കൈകളിലെത്തണം, ക്രൈസ്തവരുടെ കൈകളിലെത്തണം, ഇവിടുത്തെ യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും കൈകളിലെത്തണം. കാരണം ഇത് അള്ളാഹുവിന്റെ ഗിഫ്റ്റാണ്, അവന്റെ അടിമകൾക്കുള്ള, അത് മനുഷ്യരാശിക്കുള്ള. ഖുർആനിന്റെ 2-ാം അധ്യായം 185-ാമത്തെ വചനം. മാനവരാശിക്ക് ആകമാനമുള്ള മാർഗദർശന ഗ്രന്ഥമാണിത്. അതുകൊണ്ട് തന്നെ ജനങ്ങളാകമാനം നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മൾ അതാ ശ്രദ്ധിക്കേണ്ടത്. ദി ലൈറ്റിലൂടെ, സാൽവേഷനിലൂടെ, നമ്മുടെ സമ്മേളനങ്ങളിലൂടെ നമ്മൾ ചെയ്തു പോന്നിട്ടുള്ളത് അതാ. വിശുദ്ധ ഖുർആനിന്റെ ആശയം ജനങ്ങൾക്ക് മനസ്സിലാകണം. ഖുർആൻ അർത്ഥം പഠിക്കരുത്, വായിക്കരുത്, മനസ്സിലാക്കരുത് എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ആളുകളെ നരകത്തിന്റെ അവകാശികളാക്കാനുള്ള കുൽസിതമായ ശ്രമത്തിലാണ് ഈ പൗരോഹിത്യം ഏതേത് കാലഘട്ടങ്ങളിലും നിലനിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഗ്രന്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നു. നിങ്ങൾക്കറിയാം, മക്കയിലെ പ്രവാചക തിരുമേനി വരുമ്പോൾ ആ ജനത എന്തായിരുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ ജനതയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 നൂറ്റാണ്ടിനുള്ളിൽ തുല്യതയില്ലാത്ത ഒരു ജനപദമാക്കി പരിഷ്കരിച്ചു, സംസ്കരിച്ചു, അവരെ ശുദ്ധീകരിച്ചു. അവർ ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകകളായി. ഗ്രീക്കും റോമും പേർഷ്യയും ഗ്രീക്ക് സംസ്കാരങ്ങളും അതുപോലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉൾക്കൊള്ളുന്ന ഭാരതീയ സംസ്കാരങ്ങളും അന്ന് സാംസ്കാരികമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഗ്രന്ഥം പ്രവാചക തിരുമേനി ആ ജനപദത്തെ പഠിപ്പിച്ചു കൊടുത്തു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പദമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം സംഘടനകളോട് വളരെ ആത്മാർത്ഥമായി നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്നിതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന ചരിത്രം 1 നൂറ്റാണ്ട് ഉണ്ടായിട്ടുള്ളതിനെ നമ്മൾ അയവറക്കുന്ന ഒരു ഘട്ടത്തില്, ഒരു മഹാസമ്മേളനത്തിന്റെ പ്രഖ്യാപനത്തിന്റെ പിറ്റേ ദിവസമാണല്ലോ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ സമ്മേളനത്തിന്റെ പ്രമേയം അത് ജനസമൂഹത്തിന്റെ മുമ്പിൽ വിശദീകരിക്കാൻ നമുക്ക് വലിയൊരു അവസരം കിട്ടിയിരിക്കുകയാണല്ലോ. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ അന്ധവിശ്വാസങ്ങളിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു ജനപദത്തെ ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു നമ്മൾ. ഖുർആൻ ഓതിക്കൊടുത്തു, ആളുകൾക്ക് അത് മനസ്സിലാക്കി കൊടുത്തു, ഖുർആനിന്റെ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, ഖുർആനിന്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുത്തു. ഖുർആനിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് ആളുകൾ പറയുന്നിടത്തേക്ക് അവരെ പരിവർത്തിപ്പിച്ചു. ഇപ്പോൾ ഇതാ പുരോഹിതന്മാർ പോലും വിശുദ്ധ ഖുർആൻ സ്റ്റഡി സെന്ററുകൾ സ്ഥാപിച്ച് അതിനെ ദുർവ്യാഖ്യാനിച്ച്, തന്നിട്ടത്തിനൊത്ത് വ്യാഖ്യാനിച്ച് ദുനിയാവിലെ ജീവിക്കാൻ ആവശ്യമായ സമ്പാദ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുജാഹിദുകളെ, നമുക്ക് ദുനിയാവിന്റെ ആഗ്രഹങ്ങൾക്കപ്പുറത്ത് ഇതാ ഒരു മരണാനന്തര ജീവിതം, അത് ഉറപ്പാണ്. ഞാൻ അവിടെ വരും, അവിടെ എനിക്ക് രക്ഷപ്പെടണം, അതിന് ഖുർആൻ ഞാൻ പഠിക്കണം, എന്റെ ജീവിതത്തിൽ അത് ഉണ്ടാകണം. ഞാൻ എന്ത് ജനങ്ങളോട് പറയുന്നുവോ അതെന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. കാരണം എന്റെ ജീവിതത്തിൽ ഇല്ലാത്തത് പറയുക എന്നത് എന്റെ റബ്ബിന് ഏറെ വെറുപ്പുള്ള കാര്യമാണ്. അതേ, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹ് അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തത് നിങ്ങൾ പറയരുതേ എന്ന് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ആകാശഭൂമികളുടെ തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം നിങ്ങളുടെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാത്ത കാര്യങ്ങളെ നിങ്ങൾ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിയാതെ നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുകയും അതിനെ നിങ്ങൾ തള്ളിക്കളയുകയും ആളുകളോട് നിങ്ങൾ ഉപദേശിക്കുകയും ചെയ്യുക എന്നത്. സൂറത്ത് സഫ് 61-ാം അധ്യായം 2-3 വചനങ്ങളാണ്.